തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. വിവാദ കല്ലറ പൊളിച്ചു പരിശോധിക്കുന്ന കാര്യത്തിൽ തിടുക്കം വേണ്ടെന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. ഗോപൻ സ്വാമിയുടെ കുടുംബം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് വിധിക്കായി കാത്തിരിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. അതേസമയം സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലത്തും കൈലാസനാഥ ക്ഷേത്ര പരിസരത്തും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ കേസിൽ ഈ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഈ കല്ലറ പൊളിച്ച്, ഈ സമാധി സ്ഥലം പൊളിച്ച് പോസ്റ്റ്മോർട്ടം, അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന തീരുമാനം എടുത്തത്. പക്ഷേ അതിനിടെ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നു. ഇപ്പോൾ ജില്ലാ ഭരണകൂടം തിടുക്കപ്പെട്ടൊരു നടപടി വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ സ്ഥലത്ത് ചില ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കാതെ പൊട്ടെന്ന് ഈ സമാധി സ്ഥലം പൊളിച്ച് അവിടെ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നാൽ അത് ചില തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്കും വർഗീയ പ്രശ്നങ്ങൾക്കും വഴിവെക്കുമെന്നൊരു വിലയിരുത്തലിലാണ് ജില്ലാ ഭരണകൂടം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ജില്ലാ കളക്ടർ ഇന്നലെ ഈ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. അവിടെ വൻ പോലീസ് സംഘത്തിന്റെ നടുവിലാണ് ഉദ്യോഗസ്ഥർ അടക്കം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയത്. പക്ഷേ RD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോലീസ് ഈ സ്ഥലത്തിന്റെ, ഈ സമാധി സ്ഥലത്തിന്റെ അളവെടുക്കുകയും മറ്റ് നടപടികളുമായി ചെയ്യുന്നതിനിടയിലാണ് പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തുന്നത്. തുടർന്ന് തൽക്കാലത്തേക്ക് നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. അതിനുശേഷമാണ് നെയ്യാറ്റിൻകര DYSP ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത്. പക്ഷേ ആ ചർച്ചയിലൊന്നും പ്രശ്നപരിഹാരത്തിനൊരു സാധ്യത പൂർണ്ണമായി ഉരുത്തിരിഞ്ഞില്ല. തുടർന്ന് അല്പം കൂടി സാവകാശം നൽകാൻ ജില്ലാ ഭരണകൂടം തീരുമാനമെടുത്തു. ആ കാര്യം കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സമാധി സ്ഥലം പൊളിച്ച് പരിശോധന നടത്താനുള്ള നീക്കത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള കുടുംബത്തിന്റെ തീരുമാനം. പക്ഷേ കോടതിയിൽ നിന്ന് പോലീസിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലിലാണ് ജില്ലാ കളക്ടറും സബ് കളക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ. അങ്ങനെയാണെങ്കിൽ ആ വിധി വന്നതിന് ശേഷമായിരിക്കും ഇതിലെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഈ സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കുന്ന അടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുക. അതുവരെ തൽക്കാലത്തേക്ക് ഈ പൊളിച്ചുള്ള പരിശോധനകൾ വേണ്ട എന്നൊരു നിലപാടിലാണ് ജില്ലാ കളക്ടർ. ഡാൻ, എന്തായാലും ഈ കുടുംബം, ഗോപൻ സ്വാമിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് പറയുന്നു. അതിന് മുന്നോടിയായിട്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് അത്തരമൊരു നീക്കം ഉണ്ടാകുന്നുണ്ടോ? കാരണം ഈ ക്രമസമാധാന പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ അല്പം കൂടെ മറ്റ് നിയമ തടസ്സങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ഈ കുടുംബത്തിന്റെ അപേക്ഷയിന്മേൽ അല്ലെങ്കിൽ ഹർജിയിന്മേൽ മാത്രമായിരിക്കുമോ പോലീസ് ഇത്തരമൊരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക? അതിനുശേഷം മാത്രമായിരിക്കും പോലീസിന്റെ നടപടികൾ ഉണ്ടാകുക. കുടുംബം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ നടപടികളിൽ നിന്ന്, ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടികളിൽ നിന്ന് പോലീസും റവന്യൂ അധികൃതരും പിൻവാങ്ങണം എന്ന ആവശ്യമായിരിക്കും മുമ്പോട്ട് വെക്കുക. കോടതിയുടെ വിധി ഏത് തരത്തിലായിരിക്കും ഈ വിഷയത്തിൽ എന്നതാണ് ഇനി ഇതിൻ്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്നത്. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരുന്ന നടപടികളിൽ, അതായത് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ അത് കൃത്യത വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ പരിശോധന നടത്തേണ്ടതൊരു അനിവാര്യതയായി മാറും. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബാംഗങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് കൃത്യമായി നൽകിയതിനു ശേഷം ഈ സമാധി സ്ഥലം പൊളിച്ച് പരിശോധന നടത്തുകയും അസ്വാഭാവികതകളൊന്നുമില്ല എങ്കിൽ അവരുടെ മതാചാരപ്രകാരം, അവരുടെ വിശ്വാസപ്രകാരം ഈ കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള സ്ഥലത്ത് ഈ സമാധി ഇരുത്താനുള്ള ഒരു നടപടി, അതിന് കുഴപ്പമില്ല എന്നൊരു തീരുമാനത്തിലേക്കായിരിക്കാം കോടതി എത്തുക. അതല്ല, അതിലെന്തെങ്കിലും അസ്വാഭാവികതകൾ ഉണ്ടെങ്കിൽ കുടുംബം ഇതുവരെ നൽകിയ മൊഴി, ആദ്യം നൽകിയ മൊഴി, പിന്നീട് തിരുത്തി പറഞ്ഞ് പോലീസിന് നൽകിയ രണ്ടാമത്തെ മൊഴി, ഇതടക്കം സംശയനിടയിലാകും. അതോടൊപ്പം ഈ മരണം സംഭവിച്ചതിന് തൊട്ട് പിന്നാലെ എങ്ങനെയാണ് പോസ്റ്റർ അടിക്കാൻ കഴിഞ്ഞത്? അതാണ് പോലീസിനെ കുഴയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം രാത്രി ഈ സമാധി ഇരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ അച്ഛൻ ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ ഇരിക്കുന്നു. അതിന് മുകളിൽ നേരത്തെ തന്നെ വരുത്തിയ സ്ലാബുകളൊക്കെ ഉപയോഗിച്ച് ഈ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയതിന് ശേഷം ഈ സ്ഥലം
പൂർണ്ണമായി മറവ് ചെയ്യുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടടക്കം ഈ ഭാര്യയും മക്കളും വ്യക്തമാക്കിയത്. പക്ഷേ ഈ രാത്രിയിൽ എവിടെ നിന്നാണ് ഇവർക്ക് ഫ്ലക്സ് അടിക്കാൻ കഴിഞ്ഞത് സമാധിയായി എന്ന് പറഞ്ഞ്? അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ ഒരു ആസൂത്രണമില്ലേ? ഈ സംശയങ്ങൾക്കാണ് പോലീസിന് ഉത്തരം തേടേണ്ടത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളാണ് പോലീസ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഈ മൊഴികളിൽ സംഭവിച്ചിരിക്കുന്ന വൈരുദ്ധ്യമടക്കം വലിയ തരത്തിൽ പരിശോധനകൾക്ക് അല്ലെങ്കിൽ പോലീസിന്റെ സംശയം കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ സൂചിപ്പിച്ചതുപോലെ അവിശ്വസനീയമായ കഥകളാണ്. ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ സമാധിയായി എന്ന് പറയുന്നു, കൈലാസത്തിലേക്ക് ആത്മാവ് പോയി എന്ന് പറയുന്നു. അങ്ങനെ പല രീതിയിലുള്ള കെട്ടുകഥകളും ഈ കുടുംബം മെനഞ്ഞെടുക്കുകയാണ്. ഇത് പോലീസിനെ സംബന്ധിച്ച് എത്ര തവണ നിലവിൽ അവരുടെ ഈ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അവർ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്താൽ ഈ കേസിന്റെ ചുരുളഴിയുമെന്ന് പോലീസ് കണക്കാക്കുന്നുണ്ടോ, പ്രതീക്ഷിക്കുന്നുണ്ടോ ഡാൻ? ആദ്യം ഈ ഭാര്യയുടെയും, അതായത് ഗോപൻ സ്വാമിയുടെ ഭാര്യയുടെയും 2 ആൺമക്കളുടെയും മൊഴിയാണ് ആദ്യം രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇവരുടെ ഒരു മകൻ രാജസേനൻ എന്ന മകൻ ഈ മൊഴി തിരുത്തി പറയുകയായിരുന്നു. ആദ്യം ഇവർ പറഞ്ഞത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ശാരീരികമായ അസ്വസ്ഥതകൾ മൂലം കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമി മരണപ്പെടുകയും പിന്നീട് സമാധി സ്ഥലത്ത് കൊണ്ട് അദ്ദേഹത്തെ ഇരുത്തുകയും ചെയ്തെന്നാണ്. പക്ഷേ രണ്ടാമത് നൽകിയ മൊഴിയിൽ ഈ ഒരു മകൻ പറഞ്ഞിരിക്കുന്നത് സമാധിയാകണമെന്ന ആഗ്രഹം അച്ഛൻ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സമാധി ഇരുത്താനായി സ്ഥാപിച്ച സമാധി പീഠത്തിൽ അദ്ദേഹം തന്നെ സ്വയം ചെന്ന് ഇരുന്നതിന് ശേഷം അവിടെ ഇരുന്ന് ചില യോഗാഭ്യാസങ്ങളൊക്കെ നടത്തി പിന്നീട് അദ്ദേഹം ഈ സമാധിയാകുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരാൾ പോലും അറിയാതെ അവിടെ ഈ സുഗന്ധദ്രവ്യങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് മൃതദേഹം മൂടിയതിന് ശേഷം അതിനു മുകളിൽ ഈ ഒരു സിമൻറ്റ് തറ പോലെ സ്ഥാപിച്ച് അത് സമാധി സ്ഥലമാക്കി മാറ്റുകയായിരുന്നതാണ്. ഈ മൊഴികളിലെ വൈരുദ്ധ്യം തന്നെയായിരിക്കും ഈ കേസിൽ നിർണായകമായി മാറാൻ പോകുന്നത്. അവിടെയായിരിക്കും എന്തുകൊണ്ടാണ് ഈ മരണത്തിലേക്ക് നയിച്ചതിൽ എന്തെങ്കിലും അസ്വാഭാവികതകളുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഈ കുടുംബം ഉന്നയിക്കുന്നത് പോലെ അല്ലെ കുടുംബം മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ വാദങ്ങൾക്ക് ശരിവെക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ ഈ സമാധി സ്ഥലത്ത്? അതിനപ്പുറത്ത് അദ്ദേഹത്തെ മരിച്ചതിന് ശേഷമാണോ അവിടെ കൊണ്ടേ ഈ സമാധി സ്ഥലത്ത് വെച്ചത്, അതോ അദ്ദേഹം സ്വയം അവിടേക്ക് എത്തിയതാണോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഈ പരിശോധന നടത്തുന്നതിലൂടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരുമെന്നും പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏത് വിധേനയും ഈ സ്ഥലം പൊളിച്ച് പരിശോധന നടത്തണമെന്നൊരു തീരുമാനത്തിൽ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉറച്ചു നിൽക്കുന്നതും. ഒരുപക്ഷെ അതിലേക്ക് തന്നെ ആയിരിക്കാം കാര്യങ്ങൾ എത്താൻ സാധ്യത. അതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. കോടതിയിലേക്ക് പോകുന്നതിനുള്ളൊരു സാവകാശം കുടുംബം തേടിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തൽക്കാലത്തേക്ക് ആ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ്. കുടുംബത്തിൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് ഈ പോലീസിനെ സംബന്ധിച്ച് കേസിൽ ഏറ്റവും അധികം കുഴപ്പിക്കുന്നത്. അതിനിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ഈ സമാധി സ്ഥലം പൊളിച്ച് പരിശോധന നടത്താനുള്ള നീക്കത്തെ നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നിരുന്നു. എന്നാൽ തിടുക്കപ്പെട്ട് ഇത്തരം ഒരു നടപടി വേണ്ട എന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടവും.